ശശി തരൂർ ബി.ജെ.പിയിലേക്ക്. AICC നേതൃത്വവുമായുള്ള ഭിന്നത രൂക്ഷമെന്ന റിപ്പോർട്ടുകൾ. നീക്കങ്ങളെല്ലാം ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയെന്നും സൂചന. കേരള രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബി.ജെ.പി പ്രവേശനം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ശശി തരൂരോ അദ്ദേഹവുമായ അടുത്ത വൃത്തങ്ങളോ ഇതുവരെയും തയ്യാറായിട്ടില്ല. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. തരൂരിന്റെ ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം നടന്നിരുന്നു. ഈ യോഗത്തിന്റെ അജണ്ട എന്താണെന്ന് ആരാഞ്ഞ് ഡൽഹിയിലെ എംപിയുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നിരവധി ഫോൺ കോളുകൾ എത്തിയിരുന്നു. എന്നാൽ യോഗത്തിന്റെ അജണ്ട സംബന്ധിച്ച വിവരങ്ങൾ എംപി ഓഫീസിന് ലഭിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുമായുള്ള ശശി തരൂരിന്റെ ബന്ധം കുറെ കാലമായി മോശം അവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ചുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ഇത് ശശി തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് പറയപ്പെടുന്നത്. ഡൽഹിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം എംപിമാരുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തരൂർ വിദേശ യാത്രയ്ക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തരൂരിന്റെ പ്രചരണത്തിനായി രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് എത്താതിരുന്നതും ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സംസ്ഥാന നേതൃത്വവുമായും അത്ര നല്ല ബന്ധമല്ല രാഷ്ട്രീയ പ്രവേശനം മുതൽ ശശി തരൂരിനുള്ളത്. KPCC പ്രസിഡന്റുമായി പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പറയത്തക്ക അടുപ്പവും ഇരുവരും തമ്മിലില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ശശി തരൂരിന്റെ അവസ്ഥ. ദേശീയ തലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ 1.5 വർഷത്തിനപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കേരളത്തിൽ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് തന്നെ ബി.ജെ.പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. അവിടേക്ക് തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടി എത്തിയാൽ അത് തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. അതേസമയം ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി നിലനിർത്തി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നതെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നു. ഇതാദ്യമായിട്ടല്ല തരൂരിന്റെ ബി.ജെ.പി പ്രവേശനം ചർച്ചയാകുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ശശി തരൂരുമായി ബന്ധപ്പെട്ട ബി.ജെ.പി പ്രവേശന വാർത്തകൾ പ്രചരിക്കുന്നത് ആദ്യമായല്ല. അന്നൊക്കെ അദ്ദേഹം തള്ളുകയും ചെയ്തായിരുന്നു. എന്നാൽ ഇപ്പോൾ തരൂർ പുലർത്തുന്ന നിശബ്ദതയാണ് എല്ലാ ചർച്ചകൾക്കും പ്രോത്സാഹനമായി മാറുന്നത്. താൻ അർഹിക്കുന്ന പരിഗണന ലഭിച്ചാൽ ഒരു പാർട്ടി മാറ്റം തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യവുമല്ല. മുൻപ് പല ഘട്ടങ്ങളിലും മോദിയെ പുകഴ്ത്തുന്ന കാര്യത്തിൽ യാതൊരു പിശുക്കും കാണിക്കാത്ത നേതാവാണ് തരൂർ എന്നത് ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ടതാണ്.